ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മൾ ജനസർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നമ്മളതിൻ്റെ ക്ലച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യണം. നമുക്ക് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ വേരിയേറ്റർ ബോഡി ആയാലും അതിൻ്റെ റോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഡ്രൈവിംഗ് ബെൽറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നും ബെൽറ്റ് നമുക്ക് അതിനെ യൂസ് ചെയ്യാം. പിന്നെ ക്ലച്ചിൻ്റെ ഉള്ളിൽ ഈ ഒരു ക്രാങ്കിന് ഈ ഒരു ഓയിൽ സീൽ കംപ്ലൈൻ്റ് ആയിട്ട് ഇടാം. അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ സീലൊന്നും നമുക്ക് കയ്യോടെ മാറ്റി കളയാം. അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ സംഭവം കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്. എന്നാലും ഇത് കമ്പനി ഫിൽറ്റർ അല്ല കേട്ടോ കിടക്കുന്നത്. ഏതൊരു കുറഞ്ഞ കമ്പനിയുടെ ഫിൽറ്ററാണ്. അപ്പോൾ തൽക്കാലം പുതിയതാണ്. തൽക്കാലം നമുക്കത് ക്ലീൻ ചെയ്തിടാം. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹെഡിലേക്കുള്ള കാർബണിൻ്റെ അളവൊക്കെ കൂടി വരുന്നത്. അപ്പോൾ തൽക്കാലം അത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിടാം. പുതിയതാകുകൊണ്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ പ്ലഗ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഒരു പുതിയ പ്ലഗ്ഗാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ സ്പീഡോമീറ്റർ കേബിൾ ഇവിടെ മീറ്ററിൻ്റെ അവിടെ അഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആ കേബിളൊന്ന് നമ്മൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്താൽ മതി. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിന് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ബ്രേക്സ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബ്രേക്സ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ അതിന് ഈ ഫ്ലോറിൻ്റെ ഈ സൈഡിലത്തെ ഫ്ലോർ പാനിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇരുമ്പായിട്ടുണ്ട്. ഇതല്ലേ ഈ പീസ് ഇപ്പോൾ മാറ്റണമെന്നില്ല. ഈ ഒരു പീസ് നമുക്ക് എന്താ മാറ്റിക്കളയാം കേട്ടോ. ഫുള്ളായിട്ട് തുരുമ്പെടുത്ത് പോയിരിക്കണം. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം നമുക്ക്. പിന്നെ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡ് പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററിയാണ്. നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലിപ്പോൾ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.68 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററിക്ക് നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ഒറ്റ ലൈറ്റാണ് വരുന്നത്. ബാറ്ററിക്ക് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. നമുക്കതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ തീരെ ഓയിലില്ല. ആകെയുള്ള ഒരു ഓയിലാണ്. 3 മില്ലി ഓയിലാണ്. ഒരു 2 ദിവസം കൂടി വണ്ടി ഓടിയിട്ടുണ്ടെങ്കിൽ വണ്ടി പിസ്റ്റം പിടിച്ച് നിന്നാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ കുറഞ്ഞു പോകുന്നുണ്ട്. ഇതിപ്പോൾ ഓയിൽ മാറ്റാൻ വൈകിട്ടാണോ അതോ ഓയിൽ കത്തിപ്പോണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസമോ അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്തോരം കുറഞ്ഞു പോകണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. ഓക്കെ. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ പുതിയ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ പുക വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്ക് വീലൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ ബാക്കിലെ ബ്രേക്സ് നമുക്ക് മാറ്റാറായിരുന്നു. അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് അഴിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ബാക്ക് അഴിച്ചത്. അതിന് ബാക്ക് വീലൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്സ് കൂടി ഒന്ന് മാറണം. ഇതിപ്പോൾ നിലവിൽ വരുന്ന ഒരു വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. അതിൻ്റെ ഫ്ലോർ പ്ലാനിലടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. ഓക്കെ.